Dear students, welcome to Tech Talks. Second module and next topic on strings in C. A string in C is a sequence of characters and it will be terminated by a null character. അതായത് if you are saving a 7-letter string A, B, C, D, E, F, G ഒരു വേരിയബിളിൽ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ the compiler will automatically add a null character at the end. Null character എന്ന് പറയുന്നത് /0. /0 is the null character. ഒരു സ്ട്രിങ് നിങ്ങൾ സേവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻഡിൽ ഓട്ടോമാറ്റിക്കലി /0 വരും. ഒരു നൾ ക്യാരക്ടർ അപ്പൻഡ് ചെയ്യും. എന്തിനാണ് ഇൻസെർട്ട് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ഇൻഡിക്കേറ്റ് ദ എൻഡ് ഓഫ് എ സ്ട്രിങ്. ഓക്കെ, അപ്പോൾ ഏത് സ്ട്രിങ് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി /0 അറ്റ് ദ എൻഡിൽ വരും. ദെൻ ഒരു വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു ക്യാരക്ടർ അറേയിൽ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതാണ് സ്ട്രിങ്. എക്സാമ്പിൾ, വൺ ക്യാരക്ടർ അറേ ക്യാപ് സ്ട്രിങ് വേരിയബിൾ str എന്ന് കൊടുക്കുകയാണ്. str വിത്തിൻ ബ്രാക്കറ്റ്സ് സൈസ് 20. ഇങ്ങനെ ഒരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഹോൾഡ് അപ് ടു 19 ക്യാരക്ടേഴ്സ് പ്ലസ് എ നൾ ക്യാരക്ടർ. 19 വാലിഡ് ക്യാരക്ടേഴ്സും ലാസ്റ്റിലൊരു /0യും ചേർത്ത് ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 20 ആവും. അപ്പോൾ ഇറ്റ് ക്യാൻ ഹോൾഡ് അപ് ടു 19 ക്യാരക്ടേഴ്സ്. ഒരു സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ആ ഒരു പ്രോഗ്രാമിൽ str1 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ വേരിയബിളാണ്. അതിൻ്റെ സൈസ് 20. മാക്സിമം 19 ക്യാരക്ടേഴ്സ് അക്സെപ്റ്റ് ചെയ്യാം, സേവ് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു വേരിയബിളിൽ. ഞാൻ ഇനിഷ്യലൈസ് ചെയ്തു ഈക്വൽ ടു വിത്തിൻ ഡബിൾ കോട്ട്സ് സ്ട്രിങ് കൊടുക്കുകയാണ് ഹലോ. കണ്ടോ, ഇതൊരു സ്ട്രിങ് ആണ്. 5 ക്യാരക്ടേഴ്സ് ഉള്ള സ്ട്രിങ് ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ വേരിയബിൾ str1. പ്രിന്റ് ചെയ്യാനായിട്ട് പ്രിന്റ്എഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സ്ട്രിങ് ഈക്വൽ ടു ഫോർമാറ്റ് സ്പെസിഫയർ ഈസ് %s. അപ്പോൾ %s ആണ് ഫോർമാറ്റ് സ്പെസിഫയർ ഫോർ സ്ട്രിങ്സ്. എൻ കോമ വേരിയബിൾ നെയിം str1. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, ഹലോ എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്ട്രിങ് എങ്ങനെ റീഡ് ചെയ്യാമെന്ന് നോക്കാം. റൺ ടൈമിൽ ഡൈനാമിക് ആയിട്ട് എങ്ങനെ റീഡ് ചെയ്യാമെന്ന് നോക്കാം. റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാനർ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. മറ്റ് 2 ഫംഗ്ഷൻസ് കൂടിയുണ്ട്. ഗെറ്റസ് ഫംഗ്ഷൻ ഗെറ്റ്സ് ആൻഡ് fgets. fgets ആണ് റെക്കമെൻഡഡ് മെത്തേഡ്. എല്ലാ മെത്തേഡ്സും നമുക്ക് നോക്കാം, 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്കാനർ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ആ ഒരു പ്രോഗ്രാം നോക്കാം. ഇറ്റ്സ് റീഡിങ് ആൻഡ് ഡിസ്പ്ലേയിങ് എ സ്ട്രിങ്. ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തു. വേരിയബിൾ നെയിം ഈസ് str. സൈസ് 50 കൊടുത്തിട്ടുണ്ട്. 49 വാലിഡ് ക്യാരക്ടേഴ്സ് വരെ സേവ് ചെയ്യാനായിട്ട് പറ്റും ഇൻ ദ വേരിയബിൾ str. എന്നിൽ പ്രോംപ്റ്റ് കൊടുത്തു printf enter a string. ത്രൂ കീബോർഡ് അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ സ്കാനർ ഫംഗ്ഷൻ കൊടുത്തു scanf ഫോർമാറ്റ് സ്പെസിഫയർ %s, str. ഈ ഒരു സ്കാനർ ഫംഗ്ഷൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അത് നമുക്ക് റൺ ചെയ്തിട്ട് പറയാം. ദെൻ അടുത്ത ലൈനായിട്ട് പ്രിൻ്റ് ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പ്രിൻ്റ് ചെയ്യാണ്. നിങ്ങൾ എൻ്റർ ചെയ്ത സ്ട്രിങ് അതേപോലെ പ്രിൻ്റ് ചെയ്യാണ്. യു എൻ്റേർഡ് ഫോർമാറ്റ് സ്പെസിഫൈ %s. ദെൻ ന്യൂ ലൈൻ കൂടി പ്രിൻ്റ് ചെയ്യുന്നു, വേരിയബിൾ നെയിം str. ദെൻ എൻഡ് ചെയ്യുന്നു, റിട്ടേൺ 0. എക്സിക്യൂട്ട് ചെയ്യാം. ഹലോ എന്ന് കൊടുക്കുകയാണ്. 1 വേർഡ് മാത്രം കൊടുക്കുകയാണ്. അത് അതേപോലെ പ്രിൻ്റ് ചെയ്തു. യു എൻ്റേർഡ് ഹലോ. ഒരു തവണ കൂടി എക്സിക്യൂട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ് ഹലോ സ്പേസ് വേൾഡ്. അവിടെ 2 വേർഡ്സ് ഉണ്ട്. ഫസ്റ്റ് വേർഡ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പേസ് കൊടുത്തിട്ടാണ് നെക്സ്റ്റ് വേർഡ് വേൾഡ്. അവിടെ എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് വേർഡ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. യു എൻ്റേർഡ് ഹലോ. ആക്ച്വലി നിങ്ങൾ 2 വേർഡ്സ് കൊടുത്തായിരുന്നു, ഹലോ സ്പേസ് വേൾഡ്. സ്കാനർ ഫംഗ്ഷൻ്റെ ലിമിറ്റേഷൻ ഇതാണ്. ഇറ്റ് സ്റ്റോപ്സ് അറ്റ് ഫസ്റ്റ് സ്പേസ്. ഒരു സ്പേസ് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യും. ഇപ്പോൾ സ്പേസിന് മുമ്പായിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ അത് റീഡ് ചെയ്യുള്ളൂ. അത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അവിടെ സ്പേസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റോപ്പ് റീഡിങ്. ഇപ്പോൾ സ്കാനർ ഫംഗ്ഷന് പകരം ഗെറ്റ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഗെറ്റസ് ഗെറ്റ് ദ സ്ട്രിങ്. ഞാൻ ആ പ്രോഗ്രാം ഒന്ന് എഡിറ്റ് ചെയ്യാണ്. സ്കാനഫിന് പകരം ഗെറ്റസ് കൊടുത്തു. ഗെറ്റ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യണ്ട.
ജസ്റ്റ് വേരിയബിൾ നെയിം മാത്രം കൊടുത്താൽ മതി. എക്സിക്യൂട്ട് ചെയ്യാം. ഹലോ സ്പേസ് വേൾഡ്. കണ്ടോ, അത് അതേപോലെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഫുൾ ലൈൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഈവൻ വൈറ്റ് സ്പേസസ്. ബട്ട് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ പറയാം. ഞാനിവിടെ ക്യാരക്ടർ സൈസ് ഒരു അറേ സൈസ് 5 കൊടുക്കുകയാണ്. അതിൻ്റെ മീനിങ് എന്താണ്? എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 4 ആണ്. 4 വാലിഡ് ക്യാരക്ടേഴ്സ് പ്ലസ് എ നൾ ക്യാരക്ടർ, ടോട്ടൽ സൈസ് 5. ബട്ട് ഗെറ്റസ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ വേരിയബിൾ ടാർഗറ്റ് എന്ന് പറയുന്ന str ആണ്. ഗെറ്റസ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബഫർ സൈസ് നോക്കത്തില്ല, ലിമിറ്റ് ചെയ്യത്തില്ല. നിങ്ങൾ കൊടുക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും സേവ് ചെയ്യും, മെമ്മറിയിൽ പ്ലേസ് ചെയ്യും. അതൊരു നല്ല മെത്തേഡാണോ? അല്ല. അതിൻ്റെ കാര്യം, മെമ്മറിയിൽ ചിലപ്പോൾ ആവശ്യമുള്ള വേറെ ഡേറ്റ ഉണ്ടാകും, അതിനെ ഓവർ റൈറ്റ് ചെയ്യും. അങ്ങനെ ഓവർ റൈറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മെമ്മറി ലിമിറ്റ് ചെയ്യുന്നത്, നിങ്ങൾ മെമ്മറി സൈസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും അക്സെപ്റ്റ് ചെയ്ത് മെമ്മറിയിൽ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഡേറ്റ ആയിരിക്കും അത് ഓവർ റൈറ്റ് ചെയ്യുക. അങ്ങനെ ഒരു സെക്യൂരിറ്റി റീസൺ ഇതിനുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യും, ബട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ അതിനുണ്ട്. എനിവേ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ എ സ്ട്രിങ്, ഞാൻ എയ്റോപ്ലെയിൻ എന്ന് കൊടുക്കുകയാണ്. കണ്ടോ, അത് അക്സെപ്റ്റ് ചെയ്തു, അത് അതേപോലെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 4 വാലിഡ് ക്യാരക്ടേഴ്സ് ആണ്. ബട്ട് ഇതിന് തന്നെ 9 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ കൊടുക്കുന്ന 9 ക്യാരക്ടേഴ്സും അത് അക്സെപ്റ്റ് ചെയ്യും, അത് അതേപോലെ പ്രിന്റ് ചെയ്യുന്നു. മെമ്മറി ഓവർ റൈറ്റ് ചെയ്യുന്നുണ്ട്, ബഫർ സൈസ് നോക്കുന്നില്ല. അതിന് പകരം മറ്റൊരു ഫംഗ്ഷൻ കൊടുക്കാം. ഗെറ്റസ് ഫംഗ്ഷന് പകരം കുറച്ചുകൂടി ബെറ്റർ മെത്തേഡ് fGetters. fGetters കൊടുക്കുമ്പോൾ അതിൻ്റെ ഫോമാറ്റ് ഇങ്ങനെയാണ്. ആർഗ്യുമെൻ്റ് ആയിട്ട് ഫസ്റ്റ് വേരിയബിൾ നെയിം, കോമ, സൈസ് ഓഫ് വേരിയബിൾ str, കോമ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഫോർ ദ കീബോർഡ് stdin. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഹലോ സ്പേസ് വേൾഡ്. യു എൻറ്റേർഡ് ഹെൽ, HELL. അത് മാത്രമേ പ്രിന്റ് ചെയ്യുള്ളൂ. കാര്യം എന്താണ്? നിങ്ങൾ റിസർവ് ചെയ്തിരിക്കുന്ന സൈസ് എത്രയാണ്? ഇൻക്ലൂഡിങ് നൾ ക്യാരക്ടേഴ്സ് 5. ഇപ്പോൾ 4 വാലിഡ് ക്യാരക്ടേഴ്സ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, HELL. ഞാൻ അറേ സൈസ് ഒന്ന് മോഡിഫൈ ചെയ്യാണ്, 50 കൊടുക്കുകയാണ്. ഇനി റൺ ചെയ്യാം. ഒന്നുകൂടി ഇൻപുട്ട് കൊടുക്കാം. ഹലോ സ്പേസ് വേൾഡ്. കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ലൈൻ അക്സെപ്റ്റ് ചെയ്തു, ബഫർ സൈസ് കൂടി ചെക്ക് ചെയ്തു. ബഫർ സൈസിനനുസരിച്ചാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടി ബെറ്റർ മെത്തേഡ് fGetters ആണ്. ബട്ട് നിങ്ങൾക്ക് എക്സാമിന് യൂസ് ചെയ്യുമ്പോൾ ഗെറ്റസ് ഫംഗ്ഷനും fGetters ഫംഗ്ഷനും യൂസ് ചെയ്യാം, അവിടെ കുഴപ്പമില്ല. ബട്ട് ഗെറ്റസ് ഫംഗ്ഷൻ ഒരു സെക്യൂരിറ്റി റീസൺ ഉണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ദെൻ സ്ട്രിംഗ് റിലേറ്റഡ് ലൈബ്രറി ഫംഗ്ഷൻസ്, സ്ട്രിംഗ് റിലേറ്റഡ് ആയിട്ട് ബിൽറ്റ് ഇൻ മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ strlen. It returns the length of the string excluding /0. ഒരു സ്ട്രിങ്ങിൻ്റെ സൈസ് എത്രയാണോ ആ സൈസ് റിട്ടേൺ ചെയ്യും. ആ സൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് strlen. സ്ട്രിംഗ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ സ്ട്രിംഗ് കോപ്പി ചെയ്യാനുള്ള മറ്റൊരു ഫംഗ്ഷൻ strcpy. It copies a string to another location. ദെൻ അതുപോലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. സ്ട്രിംഗ് append and string concatenation, string comparison. നമുക്കൊരു സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ഈ ഒരു പ്രോഗ്രാമിൽ 3 ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അറേയിൽ ഹലോ എന്ന് കൊടുത്തു, സെക്കൻഡ് അറേയിൽ വേൾഡ് എന്ന് കൊടുത്തു. ഇപ്പോൾ 2 സ്ട്രിങ്സ്, ഹലോ ടു ദ സ്ട്രിംഗ് 1 str1, മറ്റൊരു സ്ട്രിംഗ് ഇറ്റ് ഈസ് സേവ്ഡ് ഇൻ ദ വേരിയബിൾ str2 ഇൻ ദ ക്യാരക്ടർ അറേ str2. ദെൻ മറ്റൊരു അറേ കൂടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് str3, ബട്ട് ഇനിഷ്യൽ വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല.
നെക്സ്റ്റ് ലൈനായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് പ്രിന്റ് എഫ് ലെങ്ത് ഓഫ് str1 പെർസെൻറ്റേജ് d ന്യൂ ലൈൻ കോമ അവിടെ പ്രിന്റ് ചെയ്യേണ്ട വാല്യൂ ഇതാണ് സ്ട്രിംഗ് ലെങ്ത് ഓഫ് str1 strlen ആ ഒരു ഫംഗ്ഷൻ എന്തിനായിരുന്നു ടു കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ സ്ട്രിംഗ് എക്സ്ക്ലൂഡിങ് നൾ ക്യാരക്ടർ. നിങ്ങളുടെ str1 നോക്കുക, അത് ഹലോ എന്നാണ്. ഹലോ എന്ന് പറഞ്ഞ വേർഡിൻ്റെ സൈസ് എത്രയാണ്? ആ ഒരു സ്ട്രിംഗ് സൈസ് 5. അപ്പോൾ 5 ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുക. സോ strlen ഫംഗ്ഷൻ വിൽ റിട്ടേൺ ദ സൈസ് ഓഫ് എ സ്ട്രിംഗ്. അവിടെ 5 എന്ന് റിട്ടേൺ ചെയ്യും, 5 പ്രിന്റ് ചെയ്യും. ദെൻ മറ്റൊരു ഫംഗ്ഷൻ നോക്കുക strcpy. അതിൻ്റെ മീനിങ് സ്ട്രിംഗ് കോപ്പി ചെയ്യാനാണ്. ഫസ്റ്റ് കൊടുക്കുന്ന ഡെസ്റ്റിനേഷനാണ് str3 കോമ സോഴ്സ് എന്ന് പറയുന്നത് str1. മീനിങ് ഇതാണ് കോപ്പി ദ വാല്യൂ ഓഫ് str1 ടു str3. നമ്മുടെ str1 എന്ന് പറഞ്ഞ വേരിയബിളിൽ എന്ത് വാല്യൂ ആണുള്ളത്? ഹലോ. സോ ദാറ്റ് സ്ട്രിംഗ് വിൽ ബി കോപ്പി ടു str3. ദെൻ str3യുടെ വാല്യൂ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഓഫ് കോപ്പീഡ് സ്ട്രിംഗ് പെർസെൻറ്റേജ് എസ് ന്യൂ ലൈൻ കോമ str3. ഇപ്പോൾ സ്ട്രിംഗ് കോപ്പി ചെയ്യാനായിട്ട് strcpy ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ദെൻ സ്ട്രിംഗ് കൺകാറ്റനേഷൻ സ്ട്രിംഗ് അപ്പൻഡ് ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷനാണ് strcat str1 കോമ str2. എൻ്റെ മീനിങ് ഇതാണ് ഫസ്റ്റ് സ്ട്രിംഗ് ഹലോ പ്ലസ് കൺകാറ്റനേറ്റ് ചെയ്യും പ്ലസ് നെക്സ്റ്റ് സ്ട്രിംഗ് അതായത് str2 വേൾഡ്. ഇപ്പോൾ ഹലോ വേൾഡ് ഒറ്റ വേർഡായിട്ട് മാറ്റം കൺകാറ്റനേറ്റ് ചെയ്യുന്നു ആൻഡ് ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ str1. ഇപ്പോൾ str1 പ്ലസ് str2 കൺകാറ്റനേറ്റ് ചെയ്യും. കൺകാറ്റനേറ്റ് ചെയ്ത റിസൾട്ട് ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ വേരിയബിൾ str1. ഇപ്പോൾ str1ൽ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം str1ൽ ഉണ്ടാകുക ഹലോ ആയിരിക്കില്ല, ഹലോ വേൾഡ് ഒറ്റ വേർഡായിട്ടായിരിക്കും സേവ് ചെയ്യുക. അത് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് എഫ് കൺകാറ്റനേറ്റ് സ്ട്രിംഗ് പെർസെൻറ്റേജ് എസ് ന്യൂ ലൈൻ കോമ വേരിയബിൾ str1. ദെൻ മറ്റൊരു ഫംഗ്ഷൻ രണ്ട് സ്ട്രിങ്സ് കമ്പയർ ചെയ്യാനുള്ള ഫംഗ്ഷനാണ് strcmp. ആ ഫംഗ്ഷൻ്റെ യൂസേജ് നോക്കാം. strcmp str1 കോമ str3. str1ഉം str3യും തമ്മിൽ കമ്പയർ ചെയ്യും. അവിടെ രണ്ട് സ്ട്രിങ്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ 0. ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നോൺ സീറോ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഇപ്പോൾ രണ്ട് സ്ട്രിങ്സ് കമ്പയർ ചെയ്യാൻ യു ക്യാൻ യൂസ് strcmp. ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇഫ് സ്ട്രിംഗ് കമ്പാരിസൺ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഈക്വൽ ടു 0 ആണോ നോക്കുകയാണ്. 0 ആണെന്നുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യാണ് സ്ട്രിങ്സ് ആർ ഈക്വൽ. നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ സ്ട്രിങ്സ് ആർ നോട്ട് ഈക്വൽ എന്ന് പ്രിന്റ് ചെയ്യും. ഇത്രയും സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് വന്നു 5. കോപ്പി ചെയ്ത സ്ട്രിംഗ് ഹലോ, സ്ട്രിംഗ് കൺകാറ്റനേറ്റ് ചെയ്തു ഒറ്റ വേർഡായിട്ട് മാറ്റി പ്രിന്റ് ചെയ്തു ഹലോ വേൾഡ്. നമ്മൾ കമ്പയർ ചെയ്ത സ്ട്രിങ്സ് ഡിഫറെൻ്റ് ആയിരുന്നു. ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്രിന്റ് ചെയ്തത് സ്ട്രിങ്സ് ആർ നോട്ട് ഈക്വൽ. ഇപ്പോൾ സാമ്പിൾ പ്രോഗ്രാം കൂടിയായി. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. സ്ട്രിംഗ് റിലേറ്റഡ് ഫംഗ്ഷൻസ് ചോദിക്കാം. ഇപ്പോൾ 3 മാർക്സിന് ചോദിക്കാം. ഇപ്പോൾ 5 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാമ്പിൾ പ്രോഗ്രാം കൂടി എഴുതണം. കോമൺലി യൂസ് ചെയ്യുന്ന സ്ട്രിംഗ് ഫംഗ്ഷൻസ് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് റെഫർ ചെയ്യാം. സ്ട്രിംഗ് റിലേറ്റഡ് പ്രോഗ്രാംസ് കൂടി പഠിക്കണം. കുറച്ച് പ്രോഗ്രാംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.